നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സാധാരണ ചിന്തകളെയൊക്കെ തലകീഴായി മറിക്കുന്ന ഒരു ലോകത്തേക്കാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് കാണിച്ചു തന്ന പ്രപഞ്ചത്തിലെ ചില വിചിത്രമായ സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നമ്മൾ അളക്കുന്ന ദൂരം എപ്പോഴും ഒരുപോലെയായിരിക്കില്ല. സമയം എല്ലാവർക്കും ഒരേ വേഗതയിലല്ല പോകുന്നത് എന്നൊക്കെ വന്നാൽ എങ്ങനെയുണ്ടാവും? ഇതൊക്കെ ഏതോ സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സംഭവം അതല്ല. ഇത് വെറും ഭാവനയല്ല, നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെയാണ്. ഐൻസ്റ്റൈന്റെ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം, അതായത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, പറഞ്ഞു തരുന്നതും ഇത് തന്നെയാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും, അതൊക്കെ ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. വസ്തുക്കൾ ഏതാണ്ട് പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ കോമൺ സെൻസൊക്കെ തെറ്റാണെന്ന് മനസ്സിലാവും. അവിടെയാണ് ഈ വിശിഷ്ട ആപേക്ഷികതയുടെ ആവശ്യം വരുന്നത്. ഭയങ്കര വേഗതയിൽ പോകുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന പുതിയ നിയമങ്ങളാണിത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ഥലത്തിന്റെ കാര്യം നോക്കാം. ഒരു വസ്തുവിന്റെ നീളം എന്നത് എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒന്നല്ല എന്നൊരാശയമുണ്ട്. കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ഇതിനെയാണ് നമ്മൾ ലോറൻസ് സങ്കോചം എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതിവേഗത്തിൽ പോകുന്ന ഒരു സാധനത്തിനെ അനങ്ങാതെ നിൽക്കുന്ന നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നീളം കുറഞ്ഞതായിട്ട് തോന്നും. ഓക്കെ, ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു വസ്തു അനങ്ങാതെ ഇരിക്കുമ്പോൾ അതിന് ഒരു കൃത്യം നീളമുണ്ട്, അല്ലേ? അതിനെ നമുക്ക് യഥാർത്ഥ നീളം എന്ന് വിളിക്കാം. പക്ഷേ അത് ഭയങ്കര സ്പീഡിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അതിന് നീളം കുറഞ്ഞതായി കാണാൻ പറ്റും. ഇതൊരു വെറും തോന്നലല്ല കേട്ടോ, ശരിക്കും അളക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ചുരുങ്ങലിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, വസ്തു ഏതു ദിശയിലാണോ പോകുന്നത് ആ ദിശയിൽ മാത്രമേ നീളം കുറയുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു കാറ് ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ അതിന്റെ നീളം കുറയും, പക്ഷെ അതിന്റെ ഉയരത്തിനോ വീതിക്കോ ഒരു മാറ്റവും വരില്ല. കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുമല്ലേ? പക്ഷെ പ്രപഞ്ചം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ശരി, സ്ഥലത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി അതിലും വിചിത്രമായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്: സമയം. സ്ഥലത്തെപ്പോലെ തന്നെ സമയവും എല്ലാവർക്കും ഒരുപോലെയല്ല. ഇതിനെയാണ് നമ്മൾ ടൈം ഡയലേഷൻ അല്ലെങ്കിൽ സമയവികാസം എന്ന് പറയുന്നത്. അതായത്, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ ക്ലോക്ക് അനങ്ങാതെ നിൽക്കുന്ന ഒരാളുടെ ക്ലോക്കിനേക്കാൾ പതുക്കെയായിരിക്കും ഓടുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടി സമയം സ്ലോ മോഷനിലാവുകയാണ്. ഈ സമയം പതുക്കെയാവുന്നത് ഒരു പ്രത്യേക ഫാക്ടർ അനുസരിച്ചാണ്. ഒരു വസ്തുവിന്റെ സ്പീഡ് കൂടുന്തോറും ഈ ഗാമ ഫാക്ടർ അങ്ങ് കൂടും. അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, സ്പീഡിൽ പോകുന്ന ക്ലോക്കിലെ ഓരോ സെക്കൻഡും പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് കുറച്ചുകൂടി നീണ്ടതായിട്ട് തോന്നും. ചുരുക്കി പറഞ്ഞാൽ, ആ ക്ലോക്ക് പതുക്കെയാണ് ഓടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ വെറും തിയറിയല്ലേ എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇതൊക്കെ നമ്മുടെ ലോകത്ത് എപ്പോഴും സംഭവിക്കുന്നതും നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ്. ഇതിന് ഏറ്റവും നല്ലൊരു തെളിവ് നമ്മുടെ കൺമുന്നിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. ബഹിരാകാശത്തു നിന്ന് വരുന്ന കോസ്മിക് രശ്മികൾ അന്തരീക്ഷത്തിലിടിച്ച് മ്യൂവോൺ എന്നൊരു കണമുണ്ടാകാറുണ്ട്. ഈ മ്യൂവോണിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഏകദേശം 2.15 മൈക്രോ സെക്കൻഡ് മാത്രം. അതായത് കണ്ണ് ചിമ്മി തുറക്കുന്നതിനേക്കാൾ എത്രയോ കുറഞ്ഞ സമയം. സാധാരണ കണക്ക് വെച്ച് നോക്കിയാൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അതിന് അന്തരീക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഭൂമിയിലെത്താനേ കഴിയില്ല. പക്ഷേ എന്താ അത്ഭുതമെന്നറിയാമോ? അവ ഭൂമിയിലെത്തുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവ ഏതാണ്ട് പ്രകാശത്തിന്റെ വേഗതയിലാണ് വരുന്നത്. അപ്പോൾ അവയുടെ ക്ലോക്ക് നമ്മുടെ ക്ലോക്കിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഓടുന്നത്. അവയുടെ ആ ചെറിയ ആയുസ് നമുക്ക് വളരെ നീണ്ട ഒരു സമയമായി അനുഭവപ്പെടും. അങ്ങനെ അവയ്ക്ക് ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം കിട്ടുന്നു. ഇത് ടൈം ഡയലേഷന്റെ ഏറ്റവും നല്ലൊരു തെളിവാണ്. ഓക്കെ, അപ്പോൾ മ്യൂവോണൊക്കെ ബഹിരാകാശത്തെ കാര്യമല്ലേ? നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ അടുത്തുള്ളൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും കൃത്യമായ ടെക്നോളജികളിലൊന്നായ ആറ്റോമിക് ക്ലോക്കുകൾ. ആറ്റോമിക് ക്ലോക്കുകൾക്കകത്തുള്ള ആറ്റങ്ങൾ ചൂട് കാരണം എപ്പോഴും ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആറ്റവും ഒരു കുഞ്ഞൻ ക്ലോക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്ലോക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം അവയുടെ സമയവും വളരെ നേരിയ തോതിൽ പതുക്കെയാകും. ഇത് അവയുടെ ഫ്രീക്വൻസിയിൽ ഒരു ചെറിയ മാറ്റമുണ്ടാക്കും. ആ മാറ്റം നമുക്ക് അളക്കാനും പറ്റും. ഈ ഒരു കുഞ്ഞു മാറ്റം നമ്മൾ കണക്കിലെടുത്തില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന GPS പോലുള്ള സംവിധാനങ്ങളൊന്നും ശരിക്കും വർക്ക് ചെയ്യില്ല. അതെ, ഐൻസ്റ്റൈന്റെ ഈ വലിയ സിദ്ധാന്തങ്ങൾ നമ്മുടെ ഫോണിലെ മാപ്പ് വരെ കൃത്യമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാതൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നിങ്ങൾ പ്രകാശവേഗതയിൽ പോവുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് പക്ഷെ ഒന്നും വിചിത്രമായി തോന്നില്ല.
നിങ്ങളുടെ ക്ലോക്കും നിങ്ങളുടെ സ്കെയിലും എല്ലാം നിങ്ങൾക്ക് നോർമലായിരിക്കും. പക്ഷേ നിങ്ങളെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ക്ലോക്ക് വളരെ പതുക്കെയും നിങ്ങളുടെ സ്കെയിലിന് നീളം കുറഞ്ഞതായും കാണാം. എല്ലാം ആപേക്ഷികമാണ്, ആര് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു പുതിയ ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. യാഥാർത്ഥ്യമെന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും മാത്രമല്ല, അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം ഇതാണ്: സ്ഥലവും സമയം രണ്ടല്ല, അവ രണ്ടും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. ഇതിനെയാണ് നമ്മൾ സ്ഥലകാലം അഥവാ സ്പേസ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥലത്തിലൂടെ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നോ അത്രയും പതുക്കെയായിരിക്കും നിങ്ങൾ സമയത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം വയ്ക്കുകയാണ്. സ്ഥലവും സമയവും പോലും ആപേക്ഷികമാണെങ്കിൽ പിന്നെ എന്താണ് ഈ പ്രപഞ്ചത്തിൽ കേവലമായിട്ടുള്ളത്? എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ? അതിന്റെ ഉത്തരം തേടുമ്പോൾ നമ്മൾ എത്തുന്നത് ഇതിലും രസകരമായ മറ്റൊരു ലോകത്തേക്കാണ്. ഒരുപക്ഷേ അത് നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം.